നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മാത്യു കെ ജോൺ ബ്ലോക്ക് പഞ്ചായത്ത് വാഹനം ഉപയോഗിച്ചതിൽ ധൂർത്തും ക്രമക്കേടും നടത്തിയെന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവായതായി ആം ആദ്മി പാർട്ടി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുതുതലമുറയെ സർവനാശത്തിലേക്ക് നയിക്കുന്ന ലഹരിയുടെ വ്യാപനം തടയുന്നതിന് ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ. കോതമംഗലം നഗരസഭാ പരിധിയിൽ കള്ളാട് വീട്ടമ്മയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ CBI അന്വേഷണം വേണമെന്ന് മക്കൾ ആവശ്യപ്പെട്ടു. സംഭവം നടന്ന 43 ദിവസം പിന്നിട്ട പശ്ചാത്തലത്തിലാണ് ആവശ്യം ഉന്നയിച്ചത്. കട്ടപ്പന ഇടുക്കി കവല വെള്ളയാങ്കുടി റോഡിൽ സർക്കാർ ട്രൈബൽ സ്കൂളിന് സമീപം നിൽക്കുന്ന വൻമരങ്ങൾ അപകട ഭീഷണി സൃഷ്ടിക്കുന്നു. ഏലം, കുരുമുളക് തുടങ്ങിയ കൃഷികൾക്ക് പുറമെ മത്സ്യകൃഷിയിലും നാശം വിതച്ച് വേനൽ ചൂട്. കട്ടപ്പന വള്ളക്കടവിൽ കപ്പലുമാക്കൽ KJ വിൽസൺ എന്ന കർഷകന്റെ മത്സ്യക്കുഞ്ഞുങ്ങൾ കുളത്തിൽ ചത്തുപൊങ്ങി. വാർത്തകൾ വിശദമായി. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മാത്യു കെ ജോൺ ബ്ലോക്ക് പഞ്ചായത്ത് വാഹനം ഉപയോഗിച്ചതിൽ ധൂർത്തും ക്രമക്കേടും നടത്തിയെന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണം. ആം ആദ്മി പാർട്ടി തൊടുപുഴ നിയോജക മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ജാസിൽ കെ ഫിലിപ്പാണ് ആരോപണം ഉന്നയിച്ചതും പരാതി നൽകിയതും. ഔദ്യോഗിക വാഹനം ഓഫീസ് സമയത്തിനു ശേഷവും ബ്ലോക്ക് പഞ്ചായത്തിന്റെ പണം ചിലവഴിച്ച് സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചുവെന്നാണ് ആരോപണം. വാഹനം ഉപയോഗശൂന്യമാണെന്ന് ചൂണ്ടിക്കാണിച്ച് പുതിയ വാഹനം വാങ്ങിച്ചതിലൂടെയും അത് രാത്രി സമയങ്ങളിൽ ഉപയോഗിച്ച് പലതവണ അപകടത്തിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇതുമൂലം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായെന്നും ജാസിൽ കെ ഫിലിപ്പ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിൽ മാത്യു കെ ജോൺ പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന കാലയളവിൽ ഔദ്യോഗിക വാഹനം ഉപയോഗിച്ചതിൽ ധൂർത്തും ക്രമക്കേടും നടത്തിയെന്ന ആം ആദ്മി പാർട്ടി തൊടുപുഴ നിയോജക മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ജാസിൽ കെ ഫിലിപ്പിന്റെ പരാതിയിൽ വിജിലൻസ് അന്വേഷണം. ബ്ലോക്ക് പഞ്ചായത്തിന്റെ പണം ചെലവഴിച്ച് സ്വകാര്യ ആവശ്യങ്ങൾക്ക് വാഹനം ഉപയോഗിച്ചത് വഴി ഒരുപാട് പണം നഷ്ടമുണ്ടായി എന്നാണ് ജാസിൽ കെ ഫിലിപ്പ് ആരോപിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് സമയത്തിന് ശേഷവും മാത്യു കെ ജോൺ വാഹനം ഉപയോഗിച്ചിട്ടുണ്ട്. രാത്രികാലങ്ങളിലും മറ്റും നിരവധി തവണ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്നും ജാസിൽ കെ ഫിലിപ്പ് പറഞ്ഞു. മുൻ ഭരണസമിതിയുടെ കാലത്ത് ഉപയോഗപ്രദമായിരുന്ന വാഹനം ക്രമക്കേടിലൂടെ ഉപയോഗശൂന്യമാണെന്ന് വരുത്തി തീർത്ത് പുതിയ വാഹനം വാങ്ങിക്കുകയും അത് സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്തത് മൂലം ലക്ഷക്കണക്കിന് രൂപയുടെ അധിക ചെലവ് ബ്ലോക്ക് പഞ്ചായത്തിന് ഉണ്ടായിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് AAP തൊടുപുഴ നിയോജക മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ജാസിൽ കെ ഫിലിപ്പ് വിജിലൻസിന് പരാതി നൽകിയിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാഹനം അതിന്റെ കസ്റ്റോഡിയൻ ആയിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയാണ്. വാഹനം ഉപയോഗിച്ചതിന് ശേഷം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കോമ്പൗണ്ടിൽ സൂക്ഷിക്കണം എന്നുള്ളതാണ് സർക്കാരിൻ്റെ മാർഗനിർദ്ദേശം. അത് ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വാഹനം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിലവിലുള്ള നിയമം. അതും നഗ്നമായിട്ട് ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വാഹനം ഉപയോഗിച്ചതിലും അതിൻ്റെ ചെലവിലും ക്രമക്കേട് കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. അതും 2 വിവരാവകാശ പ്രകാരമുള്ള ചോദ്യം ഉന്നയിക്കുകയും ആ ചോദ്യങ്ങൾക്ക് മറുപടി ലഭിച്ചതിൽ നിന്നും വ്യക്തമായിട്ട് ഇതിൽ ക്രമക്കേട് നടന്നതായിട്ട് കാണുവാനായി സാധിച്ചു. അതായത് ഇരട്ടിയിൽ കൂടുതൽ തുക ഡീസൽ ഉപയോഗത്തിന് വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അന്ന് വാഹനത്തിന്റെ മൈലേജ് 2012 ബൊലേറോ ആയിരുന്നു. ആ വാഹനത്തിന്റെ മൈലേജ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും 10 കിലോമീറ്റർ അല്ലെങ്കിൽ 8 കിലോമീറ്ററാണ് പഴയ വണ്ടിക്ക് മൈലേജ് കിട്ടുക. പുതിയ വണ്ടി XUV 300 ആണ്. അതിന്റെ മൈലേജ് എന്ന് പറയുന്നത് 20 കിലോമീറ്റർ ആണ് കമ്പനി പറയുന്നത്. ഇനിയിപ്പം നമ്മുടെ ടെറൈൻ അനുസരിച്ച് ആ മൈലേജ് ഒരു 15 കിലോമീറ്റർ 16 കിലോമീറ്റർ കൂട്ടിയാൽ പോലും അത്രയും മൈലേജ് ഇരട്ടിയിലെടുത്ത മൈലേജ് ഉള്ളപ്പോഴാണ് ഈ ഇരട്ടിയിൽ കൂടുതൽ തുക ഡീസൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏകദേശം 4 ഇരട്ടിയോളം ടോട്ടലി വരുമ്പോൾ 4 ഇരട്ടിയോളം തുക കൂടുതലായി വിനിയോഗിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഏറ്റവും പ്രധാനമായ കാര്യം ഈ 16 മാസവും 15 ദിവസം കൊണ്ട് വാഹനം ഉപയോഗിച്ചിരിക്കുന്നത് 48,935 കിലോമീറ്റർ ആണ്. 48,935 കിലോമീറ്റർ. അതിന്റെ വാഹന ഉപയോഗം ഒരു 20 കിലോമീറ്റർ മൈലേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നെങ്കിൽ ഒരു 2.5 ലക്ഷം രൂപയെ ഡീസൽ വരുള്ളൂ. പക്ഷേ ഡീസൽ വിനിയോഗത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന 5,80,000 രൂപയാണ് ഡീസൽ ഉപയോഗിച്ചിരിക്കുന്നത്.
ഒരു വാഹനത്തിന്റെ മൈലേജുമായിട്ട് കമ്പയർ ചെയ്യുന്ന രേഖകളുണ്ട് കേട്ടോ, നമ്മൾ വെറുതെ പറയുന്നതല്ല. വിവരാശ പ്രകാരം ബ്ലോക്ക് പഞ്ചായത്ത് അന്ന് തന്നെ തന്ന വിവരാശ രേഖകളുണ്ട്, അത് നിങ്ങൾ ഇവിടെ ഉണ്ട്, അത് വെച്ചാണ് നമ്മൾ പരാതി കൊടുത്തത്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജാസിൽ കെ ഫിലിപ്പിനൊപ്പം ആം ആദ്മി പാർട്ടി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി മായ ബാബു, ജോയിന്റ് സെക്രട്ടറി കെ ജോസഫ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ബേസിൽ ജോൺ, തൊടുപുഴ മുനിസിപ്പാലിറ്റി പ്രസിഡന്റ് പുന്നൂസ് ജേക്കബ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പൂമാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം പഠിപ്പിച്ചിരുന്ന അധ്യാപകരുടെ സംഗമം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. നീണ്ട കാലഘട്ടത്തിന് ശേഷം വിവിധ സ്ഥലങ്ങളിൽ താമസിക്കുന്ന റിട്ടയർ ആയതും അല്ലാത്തതുമായ അധ്യാപകരുടെ കൂടിച്ചേരലും സൗഹൃദം പുതുക്കലും ഏറെ ഹൃദ്യമായി. ചടങ്ങിൽ ഹൃദ്യം പൂമാല എന്ന പേരിൽ അധ്യാപകരുടെ രചനകളും ഫോട്ടോയും ഫോൺ നമ്പറും അടങ്ങുന്ന മാഗസിൻ പ്രകാശനം ചെയ്തു. പൂമാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം പഠിപ്പിച്ചിരുന്ന അധ്യാപകരുടെ സംഗമം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ചടങ്ങിൽ 1997 സ്കൂൾ തുടങ്ങിയ കാലം മുതൽ വിവിധ കാലഘട്ടങ്ങളിൽ പഠിപ്പിച്ചിരുന്ന അധ്യാപകരും പ്രിൻസിപ്പൽമാരും പ്രിൻസിപ്പൽ ചുമതല വഹിച്ചിരുന്ന അധ്യാപകരും പങ്കെടുത്തു. ചടങ്ങിൽ വിവിധ കാലഘട്ടങ്ങളിൽ പ്രിൻസിപ്പൽ ആയിരുന്ന അധ്യാപകരെ മൊമെന്റോ നൽകി ആദരിച്ചു. ഒപ്പം ഈ വർഷം റിട്ടയർ ആകുന്ന സുനന്ദകുമാരി ടീച്ചറിനെയും ആദരിച്ചു. സ്കൂളിൽ ഹയർ സെക്കൻഡറി തുടങ്ങിയ കാലത്തെ ബാലാരിഷ്ടതകളും അവയെ മറികടന്നതുമായ അനുഭവങ്ങൾ ആദ്യകാല അധ്യാപകർ പങ്കുവച്ചു. വെറും 35% അക്കാദമിക് റിസൾട്ട് ഉണ്ടായിരുന്ന സ്കൂളിനെ 97% അക്കാദമിക് റിസൾട്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ പൂമാല സ്കൂളിന്റെ വിജയഗാഥ പുതുതലമുറയ്ക്ക് ആവേശവും ഊർജവും പകരുന്നു. നീണ്ട കാലഘട്ടത്തിന് ശേഷം വിവിധ സ്ഥലങ്ങളിൽ താമസിക്കുന്ന റിട്ടയർ ആയതും അല്ലാത്തതുമായ അധ്യാപകരുടെ കൂടിച്ചേരലും സൗഹൃദം പുതുക്കലും ഏറെ ഹൃദ്യമായി. ചടങ്ങിൽ ഹൃദ്യം പൂമാല എന്ന പേരിൽ അധ്യാപകരുടെ രചനകളും ഫോട്ടോയും ഫോൺ നമ്പറും അടങ്ങുന്ന മാഗസിൻ പ്രകാശനം ചെയ്തു. ഹൃദ്യം പൂമാല 2024 നിലവിലെ സ്കൂൾ പ്രിൻസിപ്പൽ ദീപ ജോസ്, അധ്യാപകരായ റെന്നി വർഗീസ്, സലിത MG, സിമിമോൾ, അമ്മിണിമോൾ TJ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വെള്ളിയാമറ്റം. പുതുതലമുറയെ സർവനാശത്തിലേക്ക് നയിക്കുന്ന ലഹരിയുടെ വ്യാപനം തടയുന്നതിന് ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പറഞ്ഞു. ഊന്നുകൽ ലിറ്റിൽ ഫ്ലവർ ഫൊറോന പള്ളിയിൽ നടന്ന KCBC മദ്യവിരുദ്ധ സമിതി കോതമംഗലം രൂപത രജത ജൂബിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പിതാവ്. രൂപത പ്രസിഡന്റ് ജെയിംസ് കോറമ്പേൽ അധ്യക്ഷത വഹിച്ചു. പുതുതലമുറയെ സർവനാശത്തിലേക്ക് നയിക്കുന്ന ലഹരിയുടെ വ്യാപനം തടയുന്നതിന് ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പറഞ്ഞു. ഊന്നുകൽ ലിറ്റിൽ ഫ്ലവർ ഫൊറോന പള്ളിയിൽ നടന്ന KCBC മദ്യവിരുദ്ധ സമിതി കോതമംഗലം രൂപത രജത ജൂബിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പിതാവ്. ശേഷം നമ്മുടെ സ്കൂളിലാണ് യോഗ സമ്മേളനം കൊടുക്കുന്നത്. എല്ലാവരും തലമുറ പങ്കെടുക്കുന്നവരാണ്. കുട്ടികളും സ്ത്രീകളും എല്ലാവരും താഴെ കോളേജിലേക്ക് വന്നു പങ്കെടുത്തതിന് ശേഷം ഈ പോകാവും ഒരു മണിക്ക് മുമ്പ് എല്ലാം ചെയ്തു ചെയ്ത് ഭക്ഷണമൊക്കെ ചെയ്തതിനുണ്ട്. എല്ലാവരും കോളേജിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രൂപത പ്രസിഡന്റ് ജെയിംസ് കോറമ്പേൽ അധ്യക്ഷത വഹിച്ചു. രൂപത ഡയറക്ടർ ഫാദർ ജെയിംസ് ഐക്കരമറ്റം ആമുഖ പ്രസംഗം നടത്തി. ഫൊറാന വികാരി ഫാദർ മാത്യു അത്തിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ഇടുക്കി രൂപത പ്രസിഡന്റ് സിൽബി ചുനയമാക്കൽ, സിസ്റ്റർ ലിജ SD, MD റാഫേൽ, ജോയ്സ് മുക്കടം, ജോണി കണ്ണാടൻ, ജോസഫ് മ്രാല, മാത്യൂസ് നിരവത്ത്, മോൻസി മങ്ങാട്ട്, ഷൈനി കച്ചിറ, ജോബി എടാട്ടുകുന്നൽ, സിജോ കൊട്ടാരത്തിൽ, ജോസഫ് ആന്റണി, ജോസ് കൈതമന, സുനിൽ സോമൻ, ജോർജ് അബ്രഹാം, മാർട്ടിൻ കീഴേമാടൻ എന്നിവർ പ്രസംഗിച്ചു. ഇടുക്കി കോതമംഗലം രൂപതകളിലെ 16 മദ്യവിരുദ്ധ പ്രവർത്തകരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഇടിവെട്ട് സ്മാഷുകളും ആർപ്പുവിളികളുമായി ഇടുക്കിയുടെ തോട്ടമേഖല ആവേശത്തിലാണ്. കടുത്ത ചൂടിനെയും അവഗണിച്ച് കൈപ്പന്ത് കളിയുടെ മത്സര ചൂടിൽ
തോട്ടം തൊഴിലാളി മേഖലയായ പീരുമേട്ടിലെ ഉൾനാടൻ ഗ്രാമമായ മേലഴുതയിലെ വോളിബോൾ മാമാങ്കത്തിന്റെ ആവേശ കാഴ്ചകളിലേക്ക്. കുടിയേറ്റകാലം മുതൽ ഇടുക്കിയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നാണ് വോളിബോൾ ആവേശം. ചെറു മൈതാനങ്ങൾ മുതൽ ഉയരുന്ന കളിക്കമ്പം. ഭൂരിഭാഗവും തോട്ടം തൊഴിലാളികൾ അധിവസിക്കുന്ന മേൽ അഴുതയിലെ യുവജന കൂട്ടായ്മയായ ബ്രദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ വോളിബോൾ ടൂർണമെന്റ് പൊടിപാറുകയാണ്. ഈ കളി നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ കൊച്ചു കുട്ടികളും ഈ എസ്റ്റേറ്റ് തൊഴിലാളികളൊക്കെ കൂടി സഹകരിച്ചിട്ടാണ് ഈ കളി നടത്തുന്നത്. ആദ്യം പറയുകയാണെങ്കിൽ ഈ ഗ്രൗണ്ട് നന്നാക്കുന്നതിന് തന്നെ ഈ കുട്ടികളുടെ രാത്രി 1 മാസത്തോളം അവർ പണിയെടുത്തിട്ടാണ് ഈ ഗ്രൗണ്ട് തന്നെ ഈ രീതിയിലാക്കിയതും ചെയ്യുന്നത്. രാത്രിയും പകലുമായിട്ട് രാത്രി 1 മണി 2 മണി വരെ നിന്ന് പണിയെടുത്തിട്ടാണ് ഈ കൊച്ചുകുട്ടികൾ ഈ ഗ്രൗണ്ട് ഇങ്ങനെ സെറ്റ് തയ്യാറാക്കി. ഞങ്ങൾക്കുള്ള തന്നെ ഈ പ്രശ്നം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഈ പോരായ്മയുള്ളത് ഈ ഗ്രൗണ്ടിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ. ഒരു കളിക്കളം വേണം എന്നുള്ളതാണ്. ആ കളിക്കളം ഇവിടെ തയ്യാറാക്കി കൊടുക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിൻ്റെ നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഞങ്ങൾ ഈ കളിക്കളം ശരിയാക്കി എടുക്കാൻ നോക്കുന്നത്. അതിന് മാനേജ്മെൻറ്റിൻ്റെ ഒരു സഹായം കൂടെ കിട്ടിയിട്ടുണ്ട്. അവരും കൂടെ തരാൻ സാധിച്ചിട്ടുണ്ട്. സെമി ഫൈനലിൽ മാറ്റിവെക്കുന്ന ഇരു ടീമുകൾ വോളി ലവേഴ്സ് വണ്ടിപ്പെരിയാറും 55 മൈലുമാണ്. ഇത് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിലും ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ഈ ടൂർണമെൻറ്റ് നടത്തുന്നത്. സാമ്പത്തിക വളരെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്. എന്നാലും ഞങ്ങൾ ഈ ടൂർണമെൻറ്റ് വിജയത്തിനായി ഞങ്ങൾ ഏത് അറ്റം വരെയും പോയി ഈ ടൂർണമെൻറ്റ് വൻ വിജയമാക്കി തീർക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളോട് സഹകരിച്ച ക്ലബ് അംഗങ്ങളും ഈ നാട്ടുകാരും എല്ലാവരും ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട്. സംസ്ഥാന ദേശീയ താരങ്ങളെ അണിനിരത്തിയാണ് വിവിധ ടീമുകൾ കളിക്കളത്തിൽ ഇറങ്ങുന്നത്. കേരളത്തിന് പുറമെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമുള്ള താരങ്ങളുണ്ട്. പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് കളിക്കമ്പക്കാരായ ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ ഗ്രാമം. ജോജി ജോൺ, ന്യൂസ് ബ്യൂറോ, രാജകുമാരി. കോതമംഗലം നഗരസഭാ പരിധിയിൽ കള്ളാട് വീട്ടമ്മയെ കഴുത്തറുത്തു കൊലപ്പെടുത്തിയ കേസിൽ CBI അന്വേഷണം വേണമെന്ന് മക്കൾ ആവശ്യപ്പെട്ടു. സംഭവം നടന്ന 43 ദിവസം പിന്നിട്ട പശ്ചാത്തലത്തിലാണ് ആവശ്യം ഉന്നയിച്ചത്. മാർച്ച് 25-ന് പകൽ വീട്ടിൽ തനിച്ചായിരുന്ന കള്ളാട് ചെങ്ങമനാട്ട് ഏലിയാസിന്റെ ഭാര്യ സാറാമ്മയെ ആക്രമണികൾ കഴുത്തറുത്തു കൊലപ്പെടുത്തുകയായിരുന്നു. കോതമംഗലം നഗരസഭാ പരിധിയിൽ കള്ളാട് വീട്ടമ്മയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ CBI അന്വേഷണം വേണമെന്ന് മക്കൾ ആവശ്യപ്പെട്ടു. സംഭവം നടന്ന 43 ദിവസം പിന്നിട്ട പശ്ചാത്തലത്തിലാണ് ആവശ്യം ഉന്നയിച്ചത്. മാർച്ച് 25-ന് പകൽ വീട്ടിൽ തനിച്ചായിരുന്ന കള്ളാട് ചെങ്ങമനാട്ട് ഏലിയാസിന്റെ ഭാര്യ സാറാമ്മയെ അക്രമികൾ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. മകൻ എൽദോസും ഭാര്യയും പുറത്തുപോയ സമയത്താണ് കൊല നടന്നത്. വൈകിട്ടോടെ ഇവർ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് സാറാമ്മയെ വീടിനുള്ളിൽ രക്തം വാർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥരും ഡോഗ് സ്ക്വാഡ്, വിരലടയാള വിദഗ്ധർ തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയെങ്കിലും പ്രതിയെക്കുറിച്ച് സൂചനകളൊന്നും ലഭിച്ചില്ല. ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും സമീപ വീടുകളിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചും ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചും നിരവധി പേരെ ചോദ്യം ചെയ്തും സമഗ്ര അന്വേഷണം നടത്തിയെങ്കിലും കേസിന് തുമ്പൊന്നും ലഭിച്ചില്ല. തങ്ങളുടെ മാതാവിനെ പട്ടാപ്പകൽ ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തിയിട്ടും പ്രതികളെ പിടിക്കാൻ സാധിക്കാത്തതിനാൽ കുടുംബാംഗങ്ങളും നാട്ടുകാരും ഭീതിയോടെയാണ് ഇവിടെ കഴിയുന്നതെന്നും ഇത്രയും ദിവസമായിട്ടും ലോക്കൽ പോലീസിന് കേസ് തെളിയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കേസ് CBI ഏറ്റെടുക്കണമെന്നും മകൻ എൽദോസും മകൾ സിജയും പറഞ്ഞു. ഈ നാട്ടുകാരും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും എല്ലാം ഭയങ്കര ഭയപ്പാടിലാണ്. രാത്രിയിൽ ഒരു മനുഷ്യൻ പോലും പുറത്തിറങ്ങി നടക്കുവാനോ ഒന്നിനും സാധിക്കുന്നില്ല. അതുകാരണം CBIയിലേക്ക് പോകണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. എൻ്റെ അമ്മച്ചി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 51 വർഷമായി. ഒരു കുഴപ്പവും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഒരു തേങ്ങ പോലത്തെ ഒന്നും ഞങ്ങളുടെ ഇവിടെ നഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് അറിയണം ഞങ്ങളുടെ അമ്മച്ചിനെ എന്തിനവര് ഇത് ചെയ്തത് ഞങ്ങൾക്ക് എന്തായാലും അറിയണം. കേസ് നടന്നിട്ട് ഇതുവരെയായിട്ട് ഒരു തെളിവോ ഒന്നും കിട്ടിയിട്ടില്ല. അവരെന്നും വരും, ഓരോ കാര്യങ്ങളും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ച് എന്നും പോകുന്നു. പക്ഷെ ഒരു തെളിവും കിട്ടിയിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടുകാർക്കും പേടിയാണ്. പുറത്ത് ഇറങ്ങാനും ഒരു സൗണ്ട് കേൾക്കുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. കാരണം ആള് പുറത്തുണ്ടെന്നൊരു തോന്നലാണ്. ഞങ്ങളെയും ഇതുപോലെ ആക്കോ എന്ന് ഞങ്ങൾക്ക് പേടിയുണ്ട്. ഇതിനൊരു തീരുമാനം എന്തായാലും ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ. അന്വേഷണം നടക്കുന്നുണ്ട്, പുരോഗമനം, പക്ഷെ യാതൊരു ഇത് എത്തിയിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് CBIക്ക് പോകണമെന്ന് നല്ല ഇത് തന്നെയാണ്. കാരണം ഞങ്ങൾക്ക് അറിയണം ഇത്. പോലീസ് ഇത്രയും ദിവസങ്ങളായി മരിച്ചിട്ട് ഒരു തുമ്പും കിട്ടിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കട്ടപ്പന ഇടുക്കി കവല വെള്ളയാങ്കുടി റോഡിൽ സർക്കാർ ട്രൈബൽ സ്കൂളിന് സമീപം നിൽക്കുന്ന വൻമരങ്ങൾ അപകട ഭീഷണി സൃഷ്ടിക്കുന്നു. കഴിഞ്ഞ ദിവസം മരത്തിൽ നിന്നും വൻ ശിഖരം ഒടിഞ്ഞു വീണതോടെ ഇതുവഴിയെത്തിയ ബൈക്ക് യാത്രികൻ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്.
ദേശീയപാത അതോറിറ്റിയെ വിവരമറിയിച്ചിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി. അടിമാലി കുമളി ദേശീയപാതയുടെ ഭാഗമായ കട്ടപ്പന വെള്ളയാംകുടി റോഡിൽ ഇടുക്കി കവല സർക്കാർ ട്രൈബൽ സ്കൂളിന് സമീപത്തായിട്ടാണ് 10ഓളം വാഗമരങ്ങൾ നിലകൊള്ളുന്നത്. വൻമരങ്ങളുടെ ചില്ലകൾ ഒടിഞ്ഞു വീഴുന്നത് പതിവായിരിക്കുകയാണ്. ഇതോടെ ഇതുവഴി എത്തുന്ന വാഹനയാത്രികരും കാൽനട യാത്രക്കാരും വലിയ അപകട ഭീഷണിയാണ് നേരിടുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ 8 മണിയോടെ മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണിരുന്നു. അതേസമയം ഇതുവഴി എത്തിയ ബൈക്ക് യാത്രികൻ അത്ഭുതകരമായിട്ടാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ദേശീയപാത അതോറിറ്റിയെ വിവരം അറിയിച്ചിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്ന് നഗരസഭാ അംഗം ഷാജി കൂത്തോടി പറയുന്നു. കഴിഞ്ഞ 2.5 വർഷം മുമ്പ് തന്നെ ദേശീയ പാത അതോറിറ്റിയെ ഈ വിവരം അറിയിക്കുകയും രേഖാമൂലം കത്തുകൾ കൊടുക്കുകയും ചെയ്തിട്ടുള്ള നാളെ വരെ ഇത് വെട്ടിമാറ്റുകയോ അല്ലെങ്കിൽ ശിഖരങ്ങൾ ഇറക്കി അപകട ഭീഷണി ഒഴിവാക്കുകയോ ചെയ്തില്ല. ഇന്ന് രാവിലെ ഏകദേശം 8 മണിയോടുകൂടി ഒരു കമ്പൊടിഞ്ഞ് വീഴുകയും അത്ഭുതകരമായിട്ടാണ് ഒരു ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ കയ്യേലെ കമ്പടിച്ചു. തൊട്ട് പുറകെ വന്ന ഒരു ടൂറിസ്റ്റ് ബസ്, നിരവധിയായ വാഹനങ്ങൾ അതിൻ്റെ തൊട്ട് പുറകെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഇവിടെ ആളുകൾ കൂടുകയും വഴിയിൽ നിന്ന് കമ്പ് എടുത്ത് മാറ്റുകയും ചെയ്തു. ഇത് അടിയന്തരമായി നാഷണൽ റോഡ് അതോറിറ്റിയെ ഏൽപ്പിച്ച് ഇതിൻ്റെ പണികൾ പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാർക്ക് ആവശ്യപ്പെടുന്നത്. 6 മാസം മുൻപും സമാന രീതിയിൽ മരത്തിൽ നിന്നും വൻ ശിഖരം ഒടിഞ്ഞു വീണിരുന്നു. അന്നും വാഹനയാത്രക്കാർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അപകടം പതിയിരിക്കുമ്പോഴും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് വ്യാപാരികളുടെയും പ്രദേശവാസികളുടെയും പരാതി. വിഷയത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് ഒരു മരത്തിന്റെ ശിഖരങ്ങൾ ഒടിഞ്ഞു വീണ് അത്ഭുതകരമായിട്ടാണ് ഒരു വാഹനം രക്ഷപ്പെട്ടത്. അതുപോലെ തന്നെ ഇന്നലെയും ഈ ഒരു മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു തൂങ്ങി നിന്നു. ഇന്നത് താഴെ വീണ് ഇവിടെ കിടപ്പുണ്ട്. അടിയന്തരമായി ഈ മരങ്ങൾ, ഈ ഹൈവേയിൽ നിൽക്കുന്ന മരങ്ങൾ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനും അതുപോലെ കുട്ടികൾ, അതുപോലെ വഴിയാത്രക്കാർ, അതുപോലെ നല്ല ഇവിടെ വ്യാപാരം ചെയ്യുന്ന കച്ചവടക്കാർക്ക് ഇവർക്കെല്ലാം ഭീഷണിയാണ്. കാരണം ഈ മരം വീണ്ടും അടുത്ത മൺസൂൺ വരുന്നു. ഈ പറഞ്ഞ ഇവിടെ ഏതെങ്കിലും ഒരു ശിഖരം ഒടിഞ്ഞു കഴിഞ്ഞാൽ കെട്ടിടത്തിന്റെ മുകളിലേക്കും ഇലക്ട്രിക് ലൈനിന്റെ മുകളിലേക്കുമാണ് ഇത് പതിക്കുന്നത്. വലിയ ഒരു അപകട സാധ്യത കാണുകയാണ്. അതുകൊണ്ട് ഞങ്ങളിവിടെ പ്രദേശവാസികൾ ഈ വിവരം കാണിച്ചതിനെ കളക്ടർക്ക് ഞങ്ങളൊരു പരാതി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ ചെയർപേഴ്സണെ വിളിച്ച് പറഞ്ഞിരുന്നു, വില്ലേജ് ഓഫീസറെ വിളിച്ച് പറഞ്ഞിരുന്നു. അവരെല്ലാം അടിയന്തരമായ നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞിരുന്നു. മഴക്കാലമാകുന്നതോടെ അപകട ഭീഷണിയുടെ തോത് വർദ്ധിക്കും. അടിയന്തരമായി മരത്തിന്റെ ചില്ലകൾ വെട്ടിമാറ്റണമെന്നാണ് ഉയരുന്ന ആവശ്യം. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ഏലം, കുരുമുളക് തുടങ്ങിയ കൃഷികൾക്ക് പുറമെ മത്സ്യകൃഷിയിലും നാശം വിതച്ച് വേനൽ ചൂട്. കട്ടപ്പന വള്ളക്കടവിൽ കപ്പലുമാക്കൽ KJ വിൽസൺ എന്ന കർഷകന്റെ മത്സ്യക്കുഞ്ഞുങ്ങൾ കുളത്തിൽ ചത്തുപൊങ്ങി. 3 മാസം കഴിഞ്ഞാൽ വിളവെടുക്കാനിരിക്കെയാണ് അപ്രതീക്ഷിത തിരിച്ചടി ഉണ്ടായത്. അടുത്ത വേനലിൽ ഹൈറേഞ്ചിന്റെ കാർഷിക മേഖലയിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായത്. ഇതിനോടൊപ്പമാണ് ഇപ്പോൾ മത്സ്യകൃഷിയിലും വ്യാപകമായ നാശം സംഭവിക്കുന്നത്. അന്തരീക്ഷ താപനില ഉയരുന്നതോടെ മീൻകുളങ്ങളിലെ മീനുകൾ ചത്തുപൊങ്ങുകയാണ്. കട്ടപ്പന വള്ളക്കടവ് കപ്പലുമാക്കൽ KJ വിൽസന്റെ മത്സ്യക്കുളത്തിലെ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. 3 മാസം മുമ്പ് ഫിഷറീസ് വകുപ്പ് നൽകിയ 12,000 ഗിഫ്റ്റ് തിലോപ്പിയ ഇനത്തിൽപ്പെട്ട മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നഴ്സറി പോണ്ടിൽ വിൽസൺ നിക്ഷേപിച്ചത്. 3 മാസങ്ങൾക്ക് ശേഷം വിളവെടുക്കാനിരിക്കും വേനൽ വൻ തിരിച്ചടി സമ്മാനിച്ചത്. 7,000-ഓളം മത്സ്യങ്ങൾ ചത്തുപൊങ്ങി. ഇതോടെ വലിയ നാശനഷ്ടമാണ് കർഷകനുണ്ടായത്. നഷ്ടം ഈ കുഞ്ഞുങ്ങളെ ഇറക്കി തന്ന ഫിഷറീസാണ്. തീറ്റ കൊടുത്തുള്ള നഷ്ടമുള്ളൂ. കുഞ്ഞുങ്ങളെ ഫിഷറീസിന് ഫ്രീ ആയിട്ട് ഇവിടെ ഇറക്കി അവർ ഡെപ്പോസിറ്റ് ചെയ്തതാണ്. തീറ്റ ഞാൻ വാങ്ങിച്ചു കൊടുത്തു. ഒരു 9,000 രൂപയുടെ തീറ്റയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. തീറ്റ വാങ്ങിച്ചൊക്കെ ഇനി ഇരിക്കുക. തീറ്റയൊക്കെ കുറച്ചാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഈ വെള്ളം മാറാൻ സൗകര്യമില്ലാത്ത കാരണം തീറ്റ 1 നേരമേ കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഈ വേനലായതുകൊണ്ട് ഈ മത്സ്യകൃഷി ലാഭകരമാകുന്നുണ്ടെന്ന്. ലാഭകരമായിരുന്നു. ഈ സൈസ് കാലാവസ്ഥയാണ് ഇപ്പോൾ. ഏലവും പോയി, മീനും പോയി, കൃഷികളെല്ലാം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്തരീക്ഷ താപനിലയാണോ? അന്തരീക്ഷ താപനിലയാണ്. ഇതിന്റെ അടിയിൽ പാറയാണ്, ചൂടാകുന്നുണ്ട്. ചൂട് കൂടുതല. നമ്മൾ എന്നേരം വെള്ളം മാറിയാലും മീൻ ഓക്സിജൻ കിട്ടുന്നില്ല, അമോണിയ കൂടുന്നു, അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നത്. മത്സ്യകൃഷിയിൽ കൃഷിഭവന്റെ അവാർഡിന് വരെ അർഹനായ കർഷകനായിരുന്നു KJ വിൽസൺ. എന്നാൽ ഇക്കൊല്ലത്തെ കടുത്ത വേനലാണ് അപ്രതീക്ഷ തിരിച്ചടി നൽകിയത്. മത്സ്യകൃഷി കുളങ്ങൾക്ക് പുറമെ പെരിയാറിലെ മത്സ്യങ്ങളും കഴിഞ്ഞ ദിവസം ചത്തുപൊങ്ങിയിരുന്നു. വിളകൾക്ക് പുറമെ മത്സ്യകൃഷിയിലുമുണ്ടാകുന്ന നാശം ഹൈറേഞ്ചിന്റെ കാർഷിക സമ്പത്തിന് വലിയ വിള്ളലാണ് വരുത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 14-ാം മൈൽ 4 സെന്റ് കോളനിയിൽ പാത്രച്ചാലിൽ ഏലമ്മ കുഞ്ഞപ്പൻ അടച്ചുറപ്പുള്ള ഭവനത്തിനായി മുട്ടാത്ത വാതിലുകളില്ല. 2023 കാലവർഷത്തിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീടിന് കേടുപാടുകൾ സംഭവിച്ചതോടെ വീട് താമസയോഗ്യമല്ലാതായി. സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് അടുത്ത വീടുകൾക്കും ഭീഷണി സൃഷ്ടിക്കുകയാണ്. എത്രയും വേഗം അടച്ചുറപ്പുള്ള ഭവനം ലഭ്യമാക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം.
അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 14 മൈൽ 4 സെന്റ് കോളനി സ്വദേശിയായ ഏലമ്മ കുഞ്ഞപ്പൻ അടച്ചുറപ്പുള്ള ഭവനത്തിനായി മുട്ടാത്ത വാതിലുകളില്ല. പഞ്ചായത്തിലെ 18-ാം വാർഡിലാണ് ഏലമ്മ കുഞ്ഞപ്പൻ താമസിക്കുന്നത്. 2023 കാലവർഷത്തിൽ ഏലമ്മയുടെ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് താമസയോഗ്യമല്ലാതായി. വീടിനും കേടുപാടുകൾ സംഭവിച്ചു. സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതുകൊണ്ട് അടുത്ത വീടുകൾക്കും ഭീഷണി സൃഷ്ടിക്കുകയാണ്. ഇത് സംബന്ധിച്ച് പഞ്ചായത്തിലും വില്ലേജിലും കളക്ടറേറ്റിലടക്കം പരാതി സമർപ്പിച്ചതിനെ തുടർന്ന് അധികൃതർ സന്ദർശനം നടത്തി മടങ്ങി. എന്നാൽ നാളിതുവരെയായും ഭവനത്തിനായുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. വാർത്ത കൊടുക്കാൻ കാരണം എൻ്റെ നവംബർ 4 ശനിയാഴ്ച രാത്രി 8 മണിക്ക് ഇപ്പുറം ഇടിഞ്ഞ് മഴയത്ത് ഭയങ്കര മഴയായിരുന്നു ഒന്ന് പോയ ഭിത്തിയാണത്. അപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിൽ വില്ലേജിൽ നമ്മുടെ MLA സാറിനെ എല്ലാവരും വിളിച്ചു. പിറ്റേ ദിവസം 2 കൂട്ടരും വന്നു. MLA സാറ് വന്നു, നമ്മുടെ വില്ലേജിൽ നിന്ന് സാറുമാർ വന്നു, പഞ്ചായത്തിൽ നിന്ന് വന്നു. എല്ലാവരും കണ്ടും കേട്ടും പറഞ്ഞു അതിന് തീരുമാനം ഉണ്ടാക്കാമെന്നും MLA സാറ് മാത്രം പറഞ്ഞു. ഒത്തിരി താമസം വരും, പെട്ടെന്ന് ഉണ്ടാവില്ല അമ്മയെന്ന് പറഞ്ഞിട്ട് പോയി. എനിക്ക് സ്വന്തം വീട്ടിൽ കെട്ടാൻ എനിക്ക് കഴിവില്ല. ഞങ്ങൾ കൂലിപ്പണിക്കാരാണ്, എൻ്റെ മക്കൾക്കും കഴിവില്ല. അപ്പോൾ അതുകൊണ്ട് സാമ്പത്തികമായിട്ട് ഒന്ന് സഹായം ചെയ്യൂ. വിധവയായ ഏലമ്മ ഒറ്റയ്ക്കാണ് താമസം. വീടിന് കേടുപാടുകൾ സംഭവിച്ച് അടച്ചുറപ്പില്ലാത്ത ഭവനമായതിനാൽ അടുത്തുള്ള വീടുകളിലായിരുന്നു താമസം. വീടിന്റെ കേടുപാടുകൾ മാറ്റുവാനോ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുവാനോ ഏലമ്മയ്ക്ക് സാമ്പത്തികമായ ശേഷിയില്ല. അടച്ചുറപ്പുള്ള ഒരു ഭവനം എത്രയും വേഗം അധികൃതർ ഇടപെട്ട് നിർമ്മിച്ചു നൽകണമെന്നാണ് ഏലമ്മയുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി. സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ 3 തുറക്കും. ഇതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കം സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപ് എല്ലാ സ്കൂൾ കെട്ടിടങ്ങൾക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണം. സ്കൂളുകളും പരിസരവും വൃത്തിയാക്കണം. ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കണം. സ്കൂളുകളിൽ നിർത്തിയിട്ട ഉപയോഗശൂന്യമായ വാഹനങ്ങൾ നീക്കം ചെയ്യണമെന്നും നിർദ്ദേശങ്ങളിൽ പറയുന്നു. അടുത്ത അധ്യയന വർഷം സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു. ജൂൺ 3 പ്രവേശനോത്സവത്തോടെ ഈ അധ്യയന വർഷം ആരംഭിക്കും. അതിന് മുന്നോടിയായി സ്കൂളിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്നും അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപ് എല്ലാ സ്കൂൾ കെട്ടിടങ്ങൾക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണം. സ്കൂളും പരിസരവും വൃത്തിയാക്കണം. ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കണം. സ്കൂളുകളിൽ നിർത്തിയിട്ട ഉപയോഗശൂന്യമായ വാഹനങ്ങൾ നീക്കം ചെയ്യണം. ഉപയോഗശൂന്യമായ ഫർണിച്ചർ, മറ്റുപകരണങ്ങൾ എന്നിവ നീക്കം ചെയ്യുകയോ പ്രത്യേക മുറിയിൽ സൂക്ഷിക്കുകയോ വേണം. സ്കൂൾ പരിസരത്തെ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ, ബോർഡുകൾ, ഹോർഡിംഗ്സ് എന്നിവ മാറ്റണം. സ്കൂളിലേക്കുള്ള വഴി, പരിസരം എന്നിവിടങ്ങളിലെ അപകടാവസ്ഥയിൽ നിൽക്കുന്ന വൈദ്യുതി പോസ്റ്റുകൾ, വൈദ്യുതി കമ്പികൾ എന്നിവ ഒഴിവാക്കണം. സ്കൂൾ ബസ്സുകൾ, സ്കൂളിൽ കുട്ടികളെ എത്തിക്കുന്ന മറ്റ് സ്വകാര്യ വാഹനങ്ങൾ എന്നിവയുടെ ഫിറ്റ്നസ് പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണം. ഗോത്ര വിദ്യാർത്ഥികൾക്ക് ഗോത്ര ഭാഷയിൽ വിദ്യാഭ്യാസം ചെയ്യാൻ അവസരം നൽകുന്നതിനും പിന്തുണ ഉറപ്പാക്കുന്നതിനും നിയമിച്ച മെന്റർ ടീച്ചർമാർ സ്കൂൾ തുറക്കുന്ന ദിവസം തന്നെ എത്തുമെന്ന് ഉറപ്പാക്കണം. എല്ലാ കുട്ടികളും സ്കൂളുകളിൽ എത്തുന്നുവെന്ന് ട്രൈബൽ പ്രൊമോട്ടർമാർ ഉറപ്പാക്കണം. ശുചിത്വ വിദ്യാലയം, ഹരിത വിദ്യാലയം ക്യാമ്പയിൻ നടത്തണം. വസ്ത്രം, പുസ്തകം, ഉച്ചഭക്ഷണം എന്നിവ ഉറപ്പാക്കണം. സ്കൂൾ പരിസരത്ത് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും വിൽപ്പനയും നടക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. എക്സൈസ് വകുപ്പും പോലീസും നിശ്ചിത ഇടവേളകളിൽ കടകളും മറ്റും പരിശോധന നടത്തണം. ജില്ലാതല ജനജാഗ്രതാ സമിതി നിശ്ചിത ഇടവേളകളിൽ യോഗം ചേർന്ന് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ വിലയിരുത്തണമെന്നും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൽ പറയുന്നു. അടിമാലി ബ്യൂറോയുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക്. പ്രധാന റോഡുകളുടെ നവീകരണത്തെ തുടർന്ന് അപകടങ്ങളും മരണങ്ങളും തുടർക്കഥയാകുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാത, മൂവാറ്റുപുഴ കാളിയാർ റോഡുകളുടെ മുഖച്ഛായ മാറുകയും ഉന്നത നിലവാരത്തിൽ നവീകരിക്കുകയും ചെയ്തതോടെ അപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ്. 68 കോടി രൂപ ചെലവഴിച്ച് നവീകരിച്ച മൂവാറ്റുപുഴ കാളിയാർ റോഡിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ 2 പേരാണ് അപകടത്തിൽ മരിച്ചത്. ഒരാഴ്ച മുൻപാണ് ഈ പാതയിൽ പുന്നമരത്തുണ്ടായ അപകടത്തിൽ മൂവാറ്റുപുഴ ജലസേചന വകുപ്പിലെ ജീവനക്കാരനായ പല്ലാരിമംഗലം കൂറ്റംവേലി കൊമ്പനത്തോട്ടത്തിൽ റോയി മരിച്ചത്. പ്രധാന റോഡുകളുടെ നവീകരണത്തെ തുടർന്ന് അപകടങ്ങളും മരണങ്ങളും തുടർക്കഥയാകുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാത, മൂവാറ്റുപുഴ കാളിയാർ റോഡുകളുടെ മുഖച്ഛായ മാറുകയും ഉന്നത നിലവാരത്തിൽ നവീകരിക്കുകയും ചെയ്തതോടെ അപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ്. റോഡുകളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചപ്പോൾ അമിത വേഗവും അശ്രദ്ധയുമാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. 68 കോടി രൂപ ചെലവഴിച്ച് നവീകരിച്ച മൂവാറ്റുപുഴ കാളിയാർ റോഡിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ 2 പേരാണ് അപകടത്തിൽ മരിച്ചത്. ഒരാഴ്ച മുൻപാണ് ഈ പാതയിൽ പുന്നമറ്റത്തുണ്ടായ അപകടത്തിൽ മൂവാറ്റുപുഴ ജലസേചന വകുപ്പിലെ ജീവനക്കാരനായ പല്ലാരിമംഗലം കൂറ്റംവേലി കൊമ്പനത്തോട്ടത്തിൽ റോയി മരിച്ചത്. റോയി സഞ്ചരിച്ച ബൈക്ക് കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഈ കഴിഞ്ഞ ദിവസം ഇളങ്ങവം കവലയിലുണ്ടായ അപകടത്തിൽ ബാങ്ക് ജീവനക്കാരനായ
അഞ്ചൽപ്പെട്ടി പുത്തൻപുരയിൽ വിനീതും മരിച്ചിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇളങ്ങവം കവലയിലുണ്ടായ അപകടത്തിൽ സ്വകാര്യ ബസ് വൈദ്യുതി പോസ്റ്റ് തകർത്തിരുന്നു. യാത്രക്കാർ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. റോഡിന്റെ പണികൾ ഏറെക്കുറെ പൂർത്തിയായപ്പോഴേക്കുമുണ്ടായ 2 യുവാക്കളുടെ ദാരുണാന്ത്യം കണ്ണീർ കാഴ്ചയായി. നവീകരണം നടക്കുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ കിഴക്കൻ മേഖലയിൽ മാത്രം 2 മാസത്തിനിടെ 6 പേരാണ് മരിച്ചത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നെല്ലിമറ്റം, കുത്തൂഴി തുടങ്ങിയ വിവിധയിടങ്ങളിലായിരുന്നു അപകടം. കരാർ പ്രകാരം റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന വൈദ്യുതി പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കാത്തത് അപകട കാരണമാണ്. റോഡിന്റെ വശങ്ങൾ കോൺക്രീറ്റ് ചെയ്യാതെ കിടക്കുന്നത് മൂലം ആവശ്യത്തിന് വീതിയില്ലാത്ത സ്ഥിതിയുമുണ്ട്. ചിലയിടങ്ങളിൽ ടാറിങ്ങിന് മുൻപേ റോഡിന്റെ വശങ്ങൾ കോൺക്രീറ്റ് ചെയ്തതിനാൽ ഉണ്ടായ കട്ടിങ്ങും മറ്റൊരു പ്രശ്നമാണ്. കാളിയാർ റോഡിൽ നെടുവക്കാട് പമ്പ് കവല, പോത്താനിക്കാട് മഠാശുപത്രി കവല, ഇല്ലിച്ചോട്, അഞ്ചൽപ്പെട്ടി, കടുമ്പിടി തുടങ്ങിയ ഒട്ടേറെ സ്ഥലങ്ങളിലെ കൊടുമളവുകൾ അതേപടി നിലനിൽക്കുന്ന സ്ഥിതിയുമുണ്ട്. അപകടങ്ങൾ ഏറിയതോടെ റോഡിൽ സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കോതമംഗലം ബ്ലോക്കിലെ കുട്ടമ്പുഴയിൽ മഴക്കാലപൂർവ്വ രോഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനുള്ള യോഗം നടന്നു. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ മഴക്കാലപൂർവ്വ രോഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനു വേണ്ടി സംഘടിപ്പിച്ച യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയിൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മേരി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ മഴക്കാലപൂർവ്വ രോഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനു വേണ്ടി സംഘടിപ്പിച്ച യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയിൽ ഉദ്ഘാടനം ചെയ്തു. ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള സമയത്ത് വിളിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് നമുക്കന്ന് വിളിക്കാതിരുന്നത്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞങ്ങൾ ബ്ലോക്കിൽ വിളിച്ചിരുന്നു. ബ്ലോക്കിൽ വിളിച്ചപ്പോൾ ഇതുപോലെ നിർദ്ദേശങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇത്രയും അംഗങ്ങളെ വിളിച്ച് നമുക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കണം. ഈ നിർദ്ദേശങ്ങൾ അതാത് വാർഡുകളിൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയണം എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെയൊക്കെ നേതൃത്വമുള്ള ആളുകളെ നമ്മളവിടെ പഞ്ചായത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ മീറ്റിംഗ് വിളിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ നിന്ന് തിരിഞ്ഞ് വന്ന നിർദ്ദേശങ്ങളാണ് ഇന്ന് നിങ്ങളെ എല്ലാവരും ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത്. അപ്പോൾ മഴക്കാല രോഗങ്ങളെ സംബന്ധിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു നോട്ടീസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മേരി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി കെ.എ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EC റോയ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മനോഹരൻ, പഞ്ചായത്ത് അംഗങ്ങളായ ജോഷി പൊട്ടക്കൽ, രേഖ രാജു, ആലിസ് സിബി, ഡേസി ജോയ്, ഷീല രാജീവ്, ശ്രീജ ബിജു, മെഡിക്കൽ ഓഫീസർ അനൂപ് തുളസി, ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, അംഗൻവാടി ടീച്ചർമാർ, ആശാ വർക്കർമാർ, ഊര് ആശാമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, CDS അംഗങ്ങൾ എന്നിവർ മീറ്റിംഗിൽ പങ്കെടുത്തു. ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സ്ക്വാഡ് പ്രവർത്തനങ്ങൾ നടത്തുവാനും യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. മൂന്നാറുമായി ചേർന്ന എസ്റ്റേറ്റ് മേഖലകളിൽ മന്ത്രവാദത്തിന്റെ പേരിൽ ഒരു സംഘം ചുറ്റിത്തിരിയുന്നതായി പരാതി. തമിഴ്നാട്ടിൽ നിന്ന് എത്തിയിട്ടുള്ള സംഘമാണ് ഇത്തരത്തിൽ ചുറ്റിത്തിരിയുന്നത്. ആഭിചാരത്തിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം ചെണ്ടുവരെ എസ്റ്റേറ്റിൽ സ്ത്രീയുടെ പണം തട്ടിയ ആളുകളെ തൊഴിലാളികൾ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. മൂന്നാർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മൂന്നാറിലെ എസ്റ്റേറ്റ് മേഖലകളിലാണ് മന്ത്രവാദത്തിന്റെ പേരിൽ തട്ടിപ്പും ഭീഷണിയും നടക്കുന്നതായുള്ള പരാതി ഉയർന്നിട്ടുള്ളത്. മന്ത്രവാദത്തിന്റെ പേരിൽ എസ്റ്റേറ്റ് മേഖലകളിലെത്തി പണം തട്ടാനായി ഒരു സംഘം ചുറ്റിത്തിരിയുന്നതായാണ് പരാതി. തമിഴ്നാട്ടിൽ നിന്നെത്തിയിട്ടുള്ള സംഘമാണ് ഇതിന് പിന്നിലെന്നാണ് തൊഴിലാളികൾ നൽകുന്ന വിവരം. മന്ത്രവാദത്തിന്റെ പേരിൽ ഇവർ പണം കൈപ്പറ്റാൻ ശ്രമിക്കുന്നതായും പണം നൽകാൻ വിസമ്മതിക്കുന്നവരോട് കൊല്ലുമെന്നും വീടുകളിൽ ദുർമരണം നടക്കുമെന്ന രീതിയിലുള്ള ഭീഷണി മുഴക്കുന്നതായും പരാതി ഉയരുന്നു. മന്ത്രവാദത്തിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം ചെണ്ടുവരെ എസ്റ്റേറ്റിൽ പണം തട്ടിയ 4 പേരെ തൊഴിലാളികൾ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. எனக்கு 10,000 ரூபா 10,500 ரூபா கொடுக்கணும். என்கிட்ட காசு இல்லைன்னு சொன்னேன். காசு இல்லைன்னு சொன்னா உங்க பிள்ளைங்களை நான் கொலை பண்ணிடுவேன்னு 2 கதவும் அடைச்சிட்டாங்க. அடைக்கவும் நாங்க சத்தமும் விட முடியல, எதுவுமே பண்ண முடியல. இல்லாட்டினா உங்க பிள்ளைய கொலை பண்ணிடுவோம். என்கிட்ட காசே இல்லைன்னு சொன்னேன். உன்கிட்ட இருக்குது, நீ காசு கொடுக்கணும் அப்படின்னு சொல்லிட்டு இல்லாட்டி கத்தி பேக்கில் இருக்கும் உன் பிள்ளையே உன்னையும் கொலை பண்ணி போட்டுருவேன். നിരവധി ആളുകൾ ഇത്തരത്തിൽ എസ്റ്റേറ്റ് മേഖലകളിലൂടെ ചുറ്റിത്തിരിയുന്നുവെന്നാണ് പരാതി. തൊഴിലാളികൾ പിടികൂടിയ 4 തമിഴ്നാട് സ്വദേശികളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കേസെടുക്കുകയും ചെയ്തു. ഇവരെ സംബന്ധിച്ച് തമിഴ്നാട്ടിലും അന്വേഷണം നടത്തും. കൂടുതലായുള്ള ആളുകൾ വട്ടവടിയും മൂന്നാർ അടക്കമുള്ള പ്രദേശങ്ങളിലുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. മൂന്നാർ ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് പരിശോധന ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മാത്യു കെ ജോൺ ബ്ലോക്ക് പഞ്ചായത്ത് വാഹനം ഉപയോഗിച്ചതിൽ ധൂർത്തും ക്രമക്കേടും നടത്തിയെന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവായതായി ആം ആദ്മി പാർട്ടി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുതുതലമുറയെ സർവനാശത്തിലേക്ക് നയിക്കുന്ന ലഹരിയുടെ വ്യാപനം തടയുന്നതിന് ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ. കോതമംഗലം നഗരസഭാ പരിധിയിൽ കള്ളാട് വീട്ടമ്മയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ CBI അന്വേഷണം വേണമെന്ന് മക്കൾ ആവശ്യപ്പെട്ടു. സംഭവം നടന്ന 43 ദിവസം പിന്നിട്ട പശ്ചാത്തലത്തിലാണ് ആവശ്യം ഉന്നയിച്ചത്. കട്ടപ്പന ഇടുക്കി കവല വെള്ളയാങ്കുടി റോഡിൽ സർക്കാർ ട്രൈബൽ സ്കൂളിന് സമീപം നിൽക്കുന്ന വൻമരങ്ങൾ അപകട ഭീഷണി സൃഷ്ടിക്കുന്നു. ഏലം, കുരുമുളക് തുടങ്ങിയ കൃഷികൾക്ക് പുറമെ മത്സ്യകൃഷിയിലും നാശം വിതച്ച് വേനൽ ചൂട്. കട്ടപ്പന വള്ളക്കടവിൽ കപ്പലുമാക്കൽ KJ വിൽസൺ എന്ന കർഷകന്റെ മത്സ്യക്കുഞ്ഞുങ്ങൾ കുളത്തിൽ ചത്തുപൊങ്ങി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.